നിങ്ങളുടെ കാർ വഴിയിൽ കിടക്കാതെ ഓടിക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ് ഈ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് സ്വന്തമായ ഒരു കാർ ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിർബന്ധമായും കാണുക. ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഓട്ടോമൊബൈൽ എഞ്ചിനീയറോ മെക്കാനിക്കൽ എഞ്ചിനീയറോ ഒരു മെക്കാനിക്കോ ആവേണ്ട ആവശ്യമില്ല. ആർക്കും ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ് ഈ പറഞ്ഞു തരുന്നത്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു കാറിന്റെ മെക്കാനിക്കൽ ഭാഗങ്ങളല്ല നോക്കാൻ പോകുന്നത്. ഏതൊരു സാധാരണക്കാരനും അല്ലെങ്കിൽ ഒരു കാറുള്ള ഒരു വ്യക്തി അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഒരു ബോണറ്റ് തുറന്നു കഴിഞ്ഞാൽ ഈ രീതിയിലായിരിക്കും നമുക്ക് കാറിന്റെ ബോണറ്റ് പൊക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഈ ആർക്ക് വേണമെങ്കിലും ചെയ്യാം, അതിന് യാതൊരു യോഗ്യതയുടെയും ആവശ്യമില്ല. അതിൽ ഒന്നാമത്തെ കാര്യമാണ് നമുക്ക് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യാൻ അറിയണം. നമ്മളൊരു ദീർഘയാത്രയ്ക്ക് പോകുന്നതിൻ്റെ മുമ്പ് അല്ലെങ്കിൽ ഒരു മാസത്തിലൊരിക്കൽ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക. ഈ കാണുന്നുണ്ടല്ലോ, ഇതാണ് ഡിപ് സ്റ്റിക്ക് എന്ന് പറയും. അതായത് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യാനുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് ഇത്. ഇങ്ങനെ പുറത്തേക്ക് വലിച്ചെടുക്കുക. അതിന്റെ അറ്റം, നമ്മൾ ആ അറ്റഭാഗം കണ്ട അവിടെ ഒരു ഡാർക്കായിട്ട് നിൽക്കുന്ന ഓയിലിന്റെ ഭാഗം, അവിടെ നല്ലൊരു തുണി എന്തെങ്കിലും വെച്ച് തുടയ്ക്കുക. ഈ ഒരു പരന്നിരിക്കുന്ന ഒരു അടയാളം ശ്രദ്ധിക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഡിപ് സ്റ്റിക്ക് എടുത്ത സ്ഥലത്തേക്ക് തന്നെ ഒന്നും കൂടെ നേരെ അതിന്റെ പഴയ പൊസിഷനിലേക്ക് വെക്കുക. താഴെ കൃത്യമായ പൊസിഷനിലേക്ക് തന്നെ വെക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ഒന്നും കൂടെ അത് പുറത്തേക്ക് എടുക്കുക. പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നേരെ നോക്കുമ്പോൾ കാണാൻ പറ്റും ആ ഒരു പരന്ന സ്ഥലം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവിടെ വരെ ഓയിൽ കാണുന്നുണ്ട്. അങ്ങനെ ഓരോ ഇതിനൊരു അടയാളങ്ങൾ ഉണ്ടാവും. അത്രയും ഭാഗത്ത് ഓയിൽ കാണുന്നുണ്ടെങ്കിൽ എഞ്ചിൻ ഓയിൽ കറക്റ്റ് ലെവലിൽ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിന്റെ താഴെയാണെങ്കിൽ ഓയിലിന്റെ അളവ് കുറവാണ്, നമ്മൾ ഓയിൽ ഫില്ല് ചെയ്യണം. ഇനി അടുത്തൊരു ഭാഗമാണ് ഈ ഒരു ഭാഗം കാണുന്നില്ലേ, ഇതാണ് നമ്മളെ കൂളന്റ് ഒഴിക്കേണ്ട സ്ഥലം. ഇത് കൂളന്റ് ഇല്ലെങ്കിൽ വണ്ടി ഓവർ ഹീറ്റ് ആവാനും വലിയ കംപ്ലൈന്റിലേക്ക് പോകാനും സാധ്യതയുണ്ട്. വഴിയിലൊക്കെ നിന്ന് പോവുകയൊക്കെ ചെയ്യും. അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ ഈ കൂളന്റ് ഒഴിക്കേണ്ട സ്ഥലത്ത് ഈ ഒരു അടപ്പ് തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അടയാളം ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ കുറച്ച് പഴയതായതുകൊണ്ട് കാണുന്നില്ല. ഒരു ഫുൾ എന്നുള്ളൊരു അടയാളം ഉണ്ട്, എല്ലാത്തിനും ഉണ്ടായിരിക്കും. ചില അടയാളം ഇല്ലാത്തതാണെങ്കിൽ നേരെ ഈ ലെവലിൽ മുകളിൽ നിങ്ങൾ അടപ്പ് തുറന്ന ഭാഗം വരെ കൂളന്റ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ കൂളന്റ് ഈ അടയാളം വരെ അല്ലെങ്കിൽ കൂളന്റ് താഴെയുള്ള ഒരു അവസ്ഥയാണെങ്കിൽ, കൂളന്റ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് അതിൽ കൂളന്റ് ഫില്ല് ചെയ്യുക. അപ്പോൾ കൂളന്റ് എന്ന് പറഞ്ഞാൽ ഒരു നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശുദ്ധമായിട്ടുള്ള വെള്ളം അതിൽ ഒഴിക്കാം. പക്ഷേ എപ്പോഴും നല്ലത് കൂളന്റ് ഒഴിക്കുന്നത് തന്നെയാണ്. റെസ്റ്റൊക്കെ വരാതിരിക്കാൻ കൂളന്റ് തന്നെ ഒഴിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ വഴിയിലൊക്കെ കുടുങ്ങിക്കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ വെള്ളം എടുത്തിട്ട് ഒഴിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ കൂളന്റ് തന്നെയാണ് എപ്പോഴും നല്ലത്. ഇനി അടുത്തൊരു ഭാഗമാണ്, ഇത് കാണാം, ഇത് നമുക്ക് വൈപ്പർ വാട്ടർ. ഇത് അത്ര അർജന്റ് അല്ല, പക്ഷേ നിങ്ങൾക്ക് പോകുന്ന സമയത്ത് ഗ്ലാസ്സിൽ ചളിയോ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലാണ് നമ്മൾ വെള്ളം ഒഴിച്ച് ഫില്ലാക്കി വെക്കേണ്ടത്. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, ഇടയ്ക്ക് തുറന്നിട്ട് ഈ വൈപ്പർ വാട്ടറിന്റെ ടാങ്കിലൊക്കെ ഒന്ന് നല്ല വെള്ളം നിറച്ച് വെക്കുക. ഇനി അടുത്തൊരു ഭാഗം ഇവിടെ കാണുന്നുണ്ടായിരിക്കും, ഈ ഒരു വെള്ള കളറിൽ കാണുന്നില്ലേ, ഇവിടെ കാണുന്നത് ഇതാണ് ബ്രേക്ക് ഫ്ലൂയിഡ്. ഈ ബ്രേക്ക് ഫ്ലൂയിഡ് ഒരു റെഡ് കളറിൽ കാണാം. അവിടെ ഒരു മാക്സ് എന്ന് എഴുതിയിട്ടില്ലേ, ആ മാക്സിമം അളവ് വരെ എന്ത് വേണം, ബ്രേക്ക് ഫ്ലൂയിഡ് വേണം. ബ്രേക്ക് ഫ്ലൂയിഡ് നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യണം. കാരണം നമ്മൾ വണ്ടി നിർത്തണമെങ്കിൽ ബ്രേക്ക് വേണമല്ലോ. ബ്രേക്ക് ഇല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ പറയേണ്ടതില്ലല്ലോ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ബാക്കിയുള്ളതൊക്കെ മെക്കാനിക്കൽ സൈഡാണ്. ഈ ഒരു സ്ക്രീൻ ഉണ്ടല്ലോ, ഇത് നമ്മുടെ സ്റ്റിയറിംഗിന്റെ അടിയിലുള്ള സ്ക്രീനിൽ എഞ്ചിന്റെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ എഞ്ചിൻ ഹീറ്റ് ഇൻഡിക്കേറ്റർ ഉണ്ടായിരിക്കും. ഇങ്ങനെ ഒരു ചിഹ്നമായിരിക്കും മിക്കവാറും കാണുക. ഇതിൽ എച്ച് എന്നുണ്ടാവും, സി ഉണ്ടാവും, അതിന്റെ ഇടയിലുള്ള ഒരു അടയാളം ഉണ്ടാവും. ഈ ചുവന്ന സൂചി ഒരു കാരണവശാലും ആ സെന്ററിലുള്ള അടയാളത്തിന്റെ മുകളിലേക്ക് പോകാൻ പാടില്ല. അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ടെമ്പറേച്ചർ ഓവർ ആകുന്നുണ്ട് എന്നാണ് അർത്ഥം. നേരത്തെ നമ്മൾ പറഞ്ഞ എന്തെങ്കിലും കൂളന്റ് കുറയുക അല്ലെങ്കിൽ കൂളന്റിന്റെ എവിടെയെങ്കിലും ബ്ലോക്ക് വരുമ്പോഴൊക്കെയാണ് ഇത് സംഭവിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിന് അത് പെട്ടെന്ന് വണ്ടി നിൽക്കാനൊക്കെ കാരണമാവും. അതുകൊണ്ട് ഇടയ്ക്ക് എന്ത് ചെയ്യണം, ലോങ് ഒക്കെ പോകുന്ന സമയത്ത് ഈ ടെമ്പറേച്ചർ കൂടുന്നുണ്ടോ എന്നുള്ളതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ വീഡിയോയിൽ കണ്ട കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനം ഒരു ദീർഘദൂര യാത്ര പോകുന്ന സമയത്ത് വഴിയിൽ കിടക്കാതെ തന്നെ കൊണ്ടുപോകാൻ സാധിക്കും. ഇതിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ആർക്കും ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ, ഒരു വാഹനം ഓൺ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ചെയ്യാൻ പറ്റിയ കാര്യങ്ങളേ ഉള്ളൂ. ആണെന്നോ പെണ്ണെന്നോ ഒന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ഈ കാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും നിങ്ങളുടെ വാഹനം വഴിയിൽ കിടന്നു പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്